ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ഊർജ പ്രതിസന്ധിയാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളും രാജ്യങ്ങളുടെ ആഭ്യന്തര സാമ്പത്തിക നിലയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു നിർണായക സന്ദർഭത്തിലാണ് ഡൊണാൾഡ് ട്രംപും വ്ലാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ച ശ്രദ്ധേയമാകുന്നത്. ഈ കൂടിക്കാഴ്ച എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഇന്ധന വിലയെയും പുനരുപയോഗിക്കാനാവുന്ന ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള നമ്മുടെ യാത്രയും സ്വാധീനിക്കുന്നത് എന്നറിയാമോ? നമുക്ക് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരിൽ ഒരാളാണ് റഷ്യ. അവരുടെ എണ്ണ വ്യാപാരം എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഉക്രൈൻ റഷ്യ സംഘർഷത്തെ തുടർന്ന് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും ബാധിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ ഉയർന്ന തീരുവ ചുമത്തി. ഇത് നമ്മുടെ ഇന്ധന വിലയെ നേരിട്ട് ബാധിക്കുകയും ചെയ്തു. എന്നാൽ അലാസ്കയിലെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സ്ഥിതിഗതികൾക്ക് ചില മാറ്റങ്ങളൊക്കെ വരുന്നു എന്ന സൂചനയുണ്ടായി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് നൽകിയ സൂചന ഇന്ത്യക്ക് മേലുള്ള അധിക തീരുവ ഉപേക്ഷിച്ചേക്കാം എന്നാണ്. ഇത് സംഭവിച്ചാൽ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയിൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ കഴിയും. ഇത് ആഭ്യന്തര ഇന്ധന വില കുറയ്ക്കാൻ സഹായിക്കും. ഇവിടെയാണ് പുനരുപയോഗിക്കാനാവുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഈ അനിശ്ചിതത്വങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള ഒരു സമ്പദ് വ്യവസ്ഥ എത്രത്തോളം അപകടകരമാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. ഒരു രാജ്യത്തിന്റെ ഇന്ധനവില മറ്റൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഈ ഭീഷണിക്ക് ശാശ്വത പരിഹാരമാണ് സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ജലവൈദ്യുതി തുടങ്ങിയ പുനരുപയോഗിക്കാനാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. ഈ ഊർജ്ജ സ്രോതസ്സുകൾക്ക് അന്താരാഷ്ട്ര ഉപരോധങ്ങളെയോ രാഷ്ട്രീയ കൂടിക്കാഴ്ചകളെയോ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അവ നമ്മുടെ രാജ്യത്തിന്റെ സൗരവികിരണത്തെയും കാറ്റിനെയും ജലലഭ്യതയെയും മാത്രം ആശ്രയിക്കുന്ന ഒന്നാണ്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് പുനരുപയോഗിക്കാനാവുന്ന ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറുന്നത് പല കാര്യങ്ങളിലും ഗുണം ചെയ്യും. ഒന്ന്, ഇന്ധന വിലയിലുള്ള ചാഞ്ചാട്ടം കുറയ്ക്കാൻ ഇത് സഹായിക്കും. രണ്ട്, ഇറക്കുമതി കുറയ്ക്കുന്നത് രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം വർദ്ധിപ്പിക്കും. മൂന്നാമത്, ഹരിതഗൃഹ വാതകങ്ങൾ കുറച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാൻ ഇത് ലോകത്തിന് മാതൃക നൽകും. അതുകൊണ്ട് തന്നെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച താൽക്കാലികമായി ഇന്ധന വില കുറച്ചേക്കാമെങ്കിലും ഇന്ത്യയുടെ ദീർഘകാല ഊർജ്ജ സുരക്ഷയ്ക്ക് പുനരുപയോഗിക്കാനാവുന്ന ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം അനിവാര്യമാണ്. ഇന്ധനവില കുറയുമെന്ന ട്രംപിന്റെ വാഗ്ദാനം ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ഈ ആശ്വാസത്തിൽ മതിമറക്കാതെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് രാഷ്ട്രീയ നീക്കങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് സ്വന്തമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും മികച്ച മാർഗം സൗരോർജ്ജം പോലെയുള്ള പുനരുപയോഗിക്കാനാവുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിക്ഷേപിക്കുക എന്നതാണ്. അത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിക്കും പാരിസ്ഥിതിക സുരക്ഷയ്ക്കും ഒരുപോലെ ഗുണകരമാകും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.